ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജേഷ്, ഒരു സിനിമാ ചിത്രീകരണം, അതും ഒരു ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ, സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ആശുപത്രിയിൽ നടന്നിരിക്കുകയാണ്. ഇതിന് അനുമതി ലഭിച്ചു എന്നാണ് അവർ നിർമ്മാതാക്കൾ, സിനിമ സംഘടന പറയുന്നത്. ഇക്കാര്യത്തിന് നിങ്ങൾ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. സർക്കാരിൽ പൈസ അടച്ച് പെർ ഡേ 10,000 രൂപ അടച്ചിട്ടാണ് അത് കിട്ടാറുള്ളത്. തിരക്ക് കുറഞ്ഞ ആശുപത്രികൾ മാത്രമേ തരാറുള്ളൂ. ഇത് അവിടെ രോഗികൾക്ക് അസൗകര്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ മറ്റാർക്കോ ഒരു അസൗകര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. അവിടെ ഷൂട്ടിംഗ് കാണാൻ വന്ന ആർക്കോ ഒരു അസൗകര്യം ഉണ്ടായതുകൊണ്ട് അവര് പ്രശ്നമുണ്ടാക്കി ഏതോ ഓൺലൈൻ ചാനലിനെ വിളിച്ചു വരുത്തി ഉണ്ടാക്കിയൊരു ഇഷ്യൂ ആണിത്. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവരതിന് നോട്ടീസ് അയച്ചു, വിശദീകരണം ചോദിച്ചു എന്നാണ് അറിയുന്നത്. ഹോസ്പിറ്റലിന്റെ അധികൃതരുമായിട്ടുള്ള ഒരു വിശദീകരണം ചോദിച്ചതായിട്ട് മാത്രമേ അറിവുള്ളൂ. അവിടെ ആരെയും തടസ്സപ്പെടുത്തിയിട്ടില്ല. അവിടെ സുന്ദരമായിട്ട് ഷൂട്ടിംഗ് നന്നായിട്ടാണ് അവിടെ നടത്തിയത്. ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ശ്രീ രാജേഷ്, ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അതും അത്യാഹിത വിഭാഗമാണ്. അത്രയും സീരിയസ് ആയിട്ടുള്ള രോഗികളായിരിക്കും അവിടേക്ക് വരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടത്തുക എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ അനുമതി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിലൊക്കെ സംശയമുണ്ട്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. MLA പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നാണ്. അപ്പോൾ അത് അത്ര ചെറിയൊരു സംഭവമല്ലല്ലോ, അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? കളയാൻ പറ്റില്ല. അവിടെ തിരക്ക് കുറഞ്ഞ ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. അത്യാഹിത വിഭാഗത്തിന്റെ പുറത്ത് ഭാഗങ്ങളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. തിരക്ക് കുറഞ്ഞ രോഗികളെ കണ്ടിന്യൂ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഷൂട്ട് ചെയ്യുന്നവരും ഒരു വലിയ കുറ്റകരമായ നടപടിയാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. സിനിമ ഷൂട്ട് ചെയ്യാൻ ഒരു ഗവൺമെന്റിന് ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടയ്ക്കുന്ന ഒരു വിഭാഗമാണ് സിനിമ. അത് ഡബിൾ ടാക്സ് കൊടുക്കുന്ന കേരളത്തിലെ ഏക വ്യവസായമാണ് സിനിമ. ഡബിൾ ടാക്സ് ഇന്ന് GST വന്നതിന് ശേഷം എന്റർടൈൻമെന്റ് ടാക്സ് കൂടെ വാങ്ങിക്കുന്ന ഏക ബിസിനസ് എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ ഡബിൾ ടാക്സ്. ഒരു ടിക്കറ്റ് ഒരാൾ എടുത്താൽ അതിന്റെ പകുതി പൈസയോളം ടാക്സ് ആയിട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അവിടെ ഇത് ഷൂട്ട് ചെയ്യാനൂടെ ഒന്നാമത് സർക്കാർ പല സ്ഥലങ്ങളിലും ഷൂട്ടിങ്ങിന് പെർമിഷൻ തരാറില്ല. ഈ സിനിമ ചിത്രീകരിക്കുക കൂടെ വേണമല്ലോ. അതിനുള്ള അവസരം ശരിക്കും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വെച്ചിട്ട് ആശുപത്രിയിൽ രോഗികളെ തള്ളിയിട്ടിട്ട് ഷൂട്ട് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടേ ഷൂട്ട് ചെയ്യുള്ളൂ. ഇത് അല്ലാതെ പറയുന്നത് പോലെയുള്ള ഒരു ഇഷ്യൂ ഉള്ള ഒരു സ്ഥലമല്ല. പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശരി രാജേഷ്, വിവരങ്ങളുമായി റാഫി കൂടി ചേരുന്നുണ്ട്. റാഫി, ഇപ്പോൾ രാജേഷ് പറയുന്ന വാക്കുകൾ കേട്ടില്ലേ? കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിംഗ് നടത്തിയത്, ആളുകൾ കുറഞ്ഞ സമയത്താണ് ഷൂട്ടിംഗ് നടത്തിയത്. അദ്ദേഹം ആ ഒരു ഷൂട്ടിങ്ങിനെ ന്യായീകരിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാർത്ത പുറത്തുവിട്ട ആളുകൾ എന്ന നിലയിൽ റാഫിക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ആ ദൃശ്യങ്ങൾ അത് ഒരു ഓൺലൈൻ ചാനലും എടുത്ത ദൃശ്യങ്ങളല്ല, ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ എടുത്ത ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടറെ കാണാൻ ഞാൻ തന്നെ നേരിട്ട് പോയിരുന്നു. ആ നേരിട്ട് പോയതിൻ്റെ രേഖയാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടി അങ്കമാലിയിലെ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എൻ്റെ പേരിൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഞാൻ എടുത്ത ചീട്ടാണ് ഈ കാണുന്നത്. ഈ രജിസ്ട്രേഷനോട് കൂടിയാണ് ഞാൻ ഡോക്ടറെ കണ്ടത്. അവിടെ എനിക്ക് നേരിട്ട ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടി ഞാൻ പോയത് ഡോക്ടറുടെ പുറകിലിരുന്ന ഒരാളുടെ അടുത്തേക്കാണ്. ഈ രജിസ്ട്രേഷന് വേണ്ടി അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു സൗകര്യമുണ്ട്. ആ സ്ഥലത്താണ് ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ആ ക്യാബിനിൽ ചെന്ന് ഈ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ കാണുന്നതാണ് രീതി. എന്നാൽ ഇന്നലെ ഉണ്ടായ സംഭവം, ഈ രജിസ്ട്രേഷൻ എനിക്ക് എഴുതി തന്നത് ഡോക്ടറുടെ പുറകിൽ, ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ട് പുറകിലായി ഒരു ബുക്ക് എടുത്ത് വെച്ച് ആ ബുക്കിൽ അവിടുത്തെ ഒരു ജീവനക്കാരി നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് ആ പേനയിൽ എഴുതി തന്ന ഒരു രജിസ്ട്രേഷൻ പേപ്പറാണ് ഈ കാണുന്നത്. അത് ഞാൻ ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട്. ഡോക്ടറുടെ പുറകിൽ നിന്നുകൊണ്ട് എനിക്ക് ഈ രജിസ്ട്രേഷൻ പേപ്പർ എഴുതി തന്നത്. ഇതിൽ കൃത്യമായ മരുന്ന് എഴുതിയിട്ടുണ്ട്. ഈ മരുന്ന് ഞാൻ അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ നിന്ന് കഴിക്കുകയും ചെയ്തു. എനിക്ക് ഈ മരുന്ന്
കഴിക്കാൻ അവിടെ വെള്ളമുണ്ടായിരുന്നില്ല. അവിടെ ഒരു ജഗ് ഉണ്ടായിരുന്നു, ആ ജഗ്ഗിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം തീരെ കുറവായിരുന്നു. ആ സമയത്ത് ആ വെള്ളം എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് എന്നോട് ആ സിസ്റ്റർ പറഞ്ഞത്, ഈ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് വെള്ളം എടുക്കാൻ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ സാധിക്കില്ല, ആ ഇരിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ആ മരുന്ന് കഴിക്കൂ എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങളാണ് ഇന്നലെ എനിക്ക് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നേരിടേണ്ടി വന്നത്. ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാം, ഇത് ഏതെങ്കിലും ഓൺലൈൻ മീഡിയ എടുത്തു വന്ന ദൃശ്യങ്ങളല്ല, ഞാൻ നേരിട്ട് ആ ആശുപത്രിയിൽ പോയി എടുത്ത ദൃശ്യങ്ങളാണ്. അവിടെ ആശുപത്രിയിൽ നേരിട്ടെത്തി എടുത്ത ദൃശ്യങ്ങൾ മാത്രമാണ് ഇന്നിവിടെ ഈ ന്യൂസ് മലയാളം ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായ തെളിവാണ്. ഇതിൻ്റെ മറ്റു രജിസ്ട്രേഷൻ പേപ്പർ കൃത്യമായി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ രജിസ്ട്രേഷൻ ബുക്കിൽ എൻ്റെ പേരും എൻ്റെ അഡ്രസ്സും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത്തരത്തിൽ ഞാൻ അവിടെ ഈ ചികിത്സക്കായി എത്തുമ്പോൾ തന്നെ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി പറയുന്ന വാക്കുകൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി പുറത്തുവിട്ടിട്ടുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് നിശബ്ദത പാലിക്കണമെന്ന് വളരെ ഉറക്കെ സിനിമാ പ്രവർത്തകർ പറയുന്നുണ്ട്. ഈ എന്നെ പരിശോധിക്കുന്ന സമയത്താണ് എല്ലാവരും നിശബ്ദത പാലിക്കണം, സൈലൻസ് എന്ന് വളരെ ഉറക്കെ പറയുന്നത്. അത്തരത്തിൽ ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ, ഒരു രോഗിയോട് തൻ്റെ രോഗവിവരങ്ങൾ ചോദിച്ചറിയുമ്പോൾ സൈലൻസ് എന്ന് വളരെ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമാ ഷൂട്ടിംഗ് നടന്നത്. ഈ സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നതിന് തൊട്ടപ്പുറത്താണ് ഈ രോഗികളെ പരിശോധിക്കുന്ന സ്ഥലം. അവിടുത്തെ ലൈറ്റുകൾ, അതായത് ഒരു താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൻ്റെ ബൾബുകൾ കറുത്ത തുണി ഉപയോഗിച്ച് മറച്ചുകൊണ്ടാണ് സിനിമാ ഷൂട്ടിംഗ് നടന്നത്. ഇവർ സിനിമാ ഷൂട്ടിംഗ് നടത്തിയെന്ന് പറയുന്ന സ്ഥലത്തെ ബൾബുകൾ മാത്രമല്ല, അത്യാഹിത വിഭാഗത്തിലേക്ക് വെട്ടം ലഭിക്കാനുള്ള ബൾബുകൾ പോലും കറുത്ത തുണി ഉപയോഗിച്ച് മറച്ചാണ് ഇത്തരത്തിൽ സിനിമാ ഷൂട്ടിംഗ് നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏകദേശം 50ഓളം ആളുകൾ കാഷ്വാലിറ്റി ആയ സ്ഥലത്ത്, വളരെ ചുരുങ്ങിയ സ്ഥലത്ത് 50ഓളം വരുന്ന സിനിമ അണിയറ പ്രവർത്തകരും അവരുടെ ഈ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി എത്തിച്ചിരിക്കുന്ന സാധന സാമഗ്രികളും വച്ചിരിക്കുന്നു. ഇത്തരത്തിൽ 50ഓളം അണിയറ പ്രവർത്തകർക്ക് നിൽക്കാനുള്ള സൗകര്യം അവിടെയില്ല. ഒപ്പം തന്നെ ഈ സാധന സാമഗ്രികൾ വയ്ക്കാനുള്ള സൗകര്യം അവിടെയില്ല. അപ്പോഴാണ് ഈ ചെറിയ സ്ഥലത്ത് ഇത്തരത്തിൽ സാധന സാമഗ്രികൾ വെച്ചുകൊണ്ട് 50ഓളം അണിയറ പ്രവർത്തകർ ചേർന്ന് വലിയ തോതിലുള്ള സിനിമാ ഷൂട്ടിംഗ് നടത്തുന്നത്. ഇത് രോഗികളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് രോഗികളെ ബുദ്ധിമുട്ടിച്ചതെന്ന്. എന്നാൽ അവിടെ രോഗികളുമായി എത്തിയ ആളുകൾ പറഞ്ഞ ചില ഭാഗങ്ങൾ, ചില ബൈറ്റുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് കൃത്യമായി പറയുന്നുണ്ട്, കയറ് കെട്ടി തിരിച്ചുകൊണ്ടായിരുന്നു സിനിമാ ഷൂട്ടിംഗ് നടന്നത് എന്നുള്ളത്. ശരി റാഫി, നമുക്ക് മനസ്സിലാക്കാം, ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ എത്രമാത്രം ഗുരുതരമായ സംഭവമാണെന്നും നമുക്കറിയാം. ഒരു ആശുപത്രിയിൽ, അതും അത്യാഹിത വിഭാഗത്തിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. സൈലൻസ് എന്ന് പറയുന്നു, രോഗികൾ കിടക്കുന്നിടത്ത്. അതുപോലെ തന്നെ ലൈറ്റുകൾ ഓഫാക്കുന്നു, കറുത്ത തുണി കൊണ്ട് മറയ്ക്കുന്നു. ഇത്രയും പുലർച്ചെ വരെ നീളുന്ന ഷൂട്ടിംഗ് എത്രമാത്രം അനാസ്ഥയാണ്, എത്രമാത്രം ഗുരുതരമായ പ്രശ്നമാണ് ഇതെന്നറിയാം. എന്തായാലും ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. മറ്റു വാർത്തകൾ കൂടി നോക്കാം.